റിപ്പോർട്ട് ബ്രേക്കിംഗ്. തിരുവനന്തപുരം SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനിയുടെ മരണത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം. SAP ക്യാമ്പിൽ വീഴ്ചയുണ്ടായോ എന്ന് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വനിതാ ബറ്റാലിയൻ കമാൻഡന്റിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ് രംഗത്തെത്തി. ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകൾ ബ്ലേഡ് ഉപയോഗിച്ച് സ്വയം വരഞ്ഞതാണെന്നും മരിച്ച ആനന്ദ് വിഷാദരോഗത്തിനടിമയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ക്യാമ്പിൽ ജാതി പീഡനവും ശാരീരിക പീഡനവും നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഹരി മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ് ഹരി. അപ്പൊ ഈ ആനന്ദിന്റെ മരണത്തിൽ എന്താണ് പോലീസിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രാഥമിക നിഗമനങ്ങൾ? അരുൺകുമാർ, ഈ പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇന്നലെ ആണ് ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ തൂങ്ങി മരിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തുന്നത്. പേരൂർക്കട പോലീസ് ഒരു അന്വേഷണം പ്രാഥമികമായി തുടങ്ങി വെച്ചിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അതായത് അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. പട്ടികവർഗ്ഗക്കാരനായ ആനന്ദ് ജാതി പീഡനത്തിനിരയായിട്ടുണ്ട്, ശാരീരിക പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇന്നലെ കുടുംബം ഉന്നയിച്ചത്. ആ ആരോപണത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് പോലീസ്. അതായത് ക്യാമ്പിൽ അത്തരത്തിലൊരു പീഡനം നടന്നിട്ടില്ല, ആനന്ദ് വിഷാദരോഗത്തിന് അടിമയായിരുന്നു. ഈ ഒരു പ്ലാത്തൂൺ ലീഡർ എന്നുള്ള ചുമതല, അതായത് ബി കമ്പനിയുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ബി കമ്പനിയുടെ പ്ലാത്തൂൺ ലീഡർ എന്ന് പറയുന്ന ഒരു ചുമതല കൊടുത്തതിന് ശേഷമാണ് ആനന്ദ് ഇത്തരത്തിലൊരു മാനസിക സമ്മർദ്ദത്തിന് അടിമയായത്. അപ്പോൾ അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ കുടുംബം ആ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവിടെ ജാതി പീഡനം നടന്നിട്ടുണ്ട്, ശാരീരിക പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ SAP ക്യാമ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ഇപ്പോൾ ബറ്റാലിയന്റെ ചുമതലയുള്ള ADGP S. ശ്രീജിത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ മേൽനോട്ട ചുമതല വഹിക്കുക DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. കാരണം ഈ ബറ്റാലിയൻ കമാൻഡന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൊഴിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വേണം. അതുകൊണ്ട് DIG അരുൾ ബി കൃഷ്ണയാണ് അതിന്റെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. വനിതാ ബറ്റാലിയൻ കമാൻഡന്റ് അതിന്റെ നേരിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്യും. അപ്പോൾ SAP ക്യാമ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആനന്ദിന് അവിടെ വെച്ച് ഏതെങ്കിലും മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കുടുംബത്തിന്റെ ആരോപണത്തിൽ പറയുന്നത് പോലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ, ഈ ചികിത്സ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ചൊവ്വാഴ്ച ആദ്യ ആത്മഹത്യാ ശ്രമം നടത്തിയതിനു ശേഷം ഈ ആനന്ദിനെ വേണ്ടത്ര പരിചരിക്കുന്നതിൽ അല്ലെങ്കിൽ ആനന്ദിനെ വേണ്ടത്ര നോക്കുന്നതിൽ എന്തെങ്കിലും പിഴവുണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചുകൊണ്ട് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ബറ്റാലിയന്റെ ചുമതലയുള്ള ADGP നൽകിയിരിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു.